ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പൊന്നുള്ളിയാണ്. നല്ലൊരു ഔഷധ സസ്യമായ പൊന്നുള്ളിയെ പൊന്നി, ചിറ്റുള്ളി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. കന്യകയുടെ കണ്ണീർ എന്നും ഒരു വിളിപ്പേരുണ്ട്. പൂക്കൾ പൊതുവെ വെള്ള നിറത്തിലും മഞ്ഞ നിറത്തിലും കണ്ടുവരുന്നുണ്ട്. അലങ്കാര ചെടിയായും ഔഷധ സസ്യമായും വളർത്തുന്ന ഒന്നാണ് നമ്മുടെ ഈ പൊന്നുള്ളി. അപ്പോൾ പൊന്നുള്ളിയുടെ കിഴങ്ങാണ് ഔഷധയോഗ്യം. വന്ധ്യത, രക്തസ്രാവം, കരൾ രോഗങ്ങൾ, വെരിക്കോസ് വെയിൻ, അസ്ഥിസ്രാവം, മഞ്ഞപ്പിത്തം എന്നിവയ്ക്ക് ഇത് പ്രധാനമായും ഉപയോഗിച്ചു വരുന്നുണ്ട്. ഉളുക്ക്, മുറിവ് എന്നിവയ്ക്ക് ഇതിൻ്റെ കിഴങ്ങ് അരച്ച് പുരട്ടുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തത്തിന് നാടൻ പശുവിൻ്റെ ശുദ്ധമായ പാലിൽ പൊന്നുള്ളി അരച്ച് കൊടുത്താൽ അതിന് നല്ലൊരു ശമനം കിട്ടും. അതുപോലെ തന്നെ അസ്ഥിസ്രാവത്തിന് നാടൻ പശുവിൻ്റെ ശുദ്ധമായ പാലിൽ പൊന്നുള്ളി അരച്ച് നൽകിയാലും നല്ലൊരു ശമനം ഉണ്ടാകുന്നതാണ്. ഇനി അടുത്തെടുത്ത് പറയേണ്ടതാണ് നമ്മുടെ വെരിക്കോസ് വ്രണത്തിന് അയ്യപ്പാനയുടെ ഇലയും പൊന്നുള്ളിയും സമം ചേർത്ത് വെള്ളം തൊടാതെ അരച്ച് വ്രണത്തിൽ പുരട്ടുകയും ഉള്ളിൽ കഴിക്കുകയും ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. പുരുഷന്മാരിലുള്ള ബീജത്തിൻ്റെ കൗണ്ട് വർധനവിന് നാടൻ പശുവിൻ്റെ പാലിൽ പൊന്നുള്ളി അരച്ച് ഉള്ളിൽ കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. വീഡിയോ അല്പം സ്പീഡിൽ പോയി, കൂട്ടുകാർ ക്ഷമിക്കണം. അപ്പം വളരെ കുറഞ്ഞ ഒരു വീഡിയോയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു അറിവ് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.